നവീകരിച്ച വെസ്റ്റ് ചേന്നമംഗളൂർ അൻസാർ മസ്ജിദ് ജമാഅത്ത് ഇസ്ലാമി കേരള അമീൻ പി മുജീബുർ റഹ്മാൻ പ്രൗഢമായ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. വളർന്നുവരുന്ന കുട്ടികൾക്കും യുവാക്കൾക്കും കാലോചിതമായ വിദ്യാഭ്യാസം നൽകാനുള്ള കേന്ദ്രമായി മസ്ജിദുകൾ മാറണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പള്ളി എല്ലാ സൗകര്യങ്ങളുമായി ഗ്രാമവാസികൾ സമൂഹത്തിന് സമർപ്പിച്ചതിൽ കൺകുളിർമയും സന്തോഷവും അറിയിക്കുകയാണ്. മസ്ജിദ് അഥവാ പള്ളി നമസ്കാരത്തിന് മാത്രമുള്ളതല്ല, സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. അള്ളാഹുവിൻ്റെ ഭവനം എന്ന നിലയ്ക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന വീടാണ്. ജീവിതവുമായി ബന്ധപ്പെട്ട പല മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്നും അദ്ദേഹം തുടർന്നു പറഞ്ഞു. നമുക്ക് ഈ മസ്ജിദ് നൽകുന്നുണ്ട്, ഈ ഗ്യാദറിംഗ് നൽകുന്നുണ്ട് എന്നതാണ് രണ്ടാമത്തെ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് നിന്നാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. മുസ്ലിം സമുദായത്തിനകത്തെ എല്ലാ വൈവിധ്യങ്ങളെയും ചേർത്ത് നിർത്താൻ, എല്ലാവരുടെയും ആ അർത്ഥത്തിലുള്ള കോൺട്രിബ്യൂഷൻ ഉറപ്പുവരുത്താൻ ഞാൻ 3:14 ഞാൻ ഇവിടെ വന്ന് വാഹനം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ഏതാണ്ട് എല്ലാം ഇവിടെയുള്ള ചെറുപ്പക്കാരുടെ യുവാക്കളുടെ നിയന്ത്രണത്തിലാണ്. അവരാണ് കാര്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇസ്ലാഹിയ അസോസിയേഷൻ പ്രസിഡന്റ് സുബൈർ കൊടപ്പന അധ്യക്ഷത വഹിച്ചു. പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല മേഖലകളിൽ പ്രവർത്തനങ്ങൾ സേവനം നടത്തിയവരെയും കോന്തലക്കിസകൾ എന്ന കഥാ എഴുത്തുകാരി ആമിന പാറയ്ക്കലിനെയും ചടങ്ങിൽ ആദരിച്ചു. പള്ളിയുടെ ചരിത്രം അനാവരണം ചെയ്ത ഡോക്യുമെൻ്ററി പ്രദർശനം നടത്തി. ഉദയമംഗലം മഹല്ല് കമ്മിറ്റി OP അബ്ദുൽ സലാം മൗലവി പ്രാർത്ഥന നടത്തി. ഇസ്ലാഹിയ അഡ്വൈസറി ചെയർമാൻ O അബ്ദുൾ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു, കൗൺസിലർമാരായ മധു മാസ്റ്റർ, A അബ്ദുൽ ഗഫൂർ, റംല ഗഫൂർ, ജമാഅത്തെ ഇസ്ലാമി കേരള സെക്രട്ടറി PV റഹ്മാവി ടീച്ചർ, മുക്കം ഏരിയ പ്രസിഡന്റ് AP നസീം, ഉദയമംഗലം മഹല്ല് പ്രസിഡന്റ് KT അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. എൻലൈറ്റ് ന്യൂസ് മുക്കം.